ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ്? നമ്മൾ വെയിറ്റ് ലോസ് ഡയറ്റ് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. റമദാൻ മാസത്ത് ശരിക്കും റമദാൻ എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ചെയ്യാനുള്ളതും വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ളതൊന്നും അല്ല. പക്ഷേങ്കിൽ നമ്മളുടെ കൂടെ തന്നെ നമ്മളുടെ ഹെൽത്തും നോക്കണം. സ്പിരിച്വലി നമ്മൾ അതിനോട് കൂടുതൽ അടുപ്പുണ്ടാവുമെങ്കിൽ പോലും നമ്മൾ ശരീരവും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിൻ ഘടകം. അപ്പോൾ ഒരുപാട് പേര് വെയിറ്റ് ഗെയിൻ ചെയ്തവരുണ്ടാവും. അപ്പോൾ ഈ വെയിറ്റ് ഗെയിൻ ചെയ്തവർ റമദാൻ മാസത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലരും റമദാൻ മാസത്തിൽ വെയിറ്റ് ലോസ് ആയവരാണ്. അതായത് ഈ ലീനായിട്ടുള്ള ബോഡി പ്രകൃതമുള്ള ആളുകൾ ഗെയിൻ ചെയ്ത വെയിറ്റ് റമദാൻ മാസത്ത് വെയിറ്റ് ലോസ് ആവാനാണ് സാധ്യത കൂടുതൽ. അപ്പം അങ്ങനെ വരാണ്ട് നമ്മളതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, നമുക്ക് വെയിറ്റ് ഗെയിന് കൂടുതൽ സാധ്യത ഏതൊക്കെ രീതിയിൽ ഫുഡ് കഴിച്ചാലാണ് എന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. കംപ്ലീറ്റ് മീൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ ഡയറ്റ് നിങ്ങൾക്ക് ഇനി വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ ഒരു രീതിയിലുള്ള ഫുഡ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ലോസ് ഇല്ലാണ്ട് കഴിച്ചിലാവാം. ഓക്കെ. അപ്പോൾ ഇനി എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്യുക. കോച്ച് ഷഫീഖ് എന്നാണ് ഇൻസ്റ്റാഗ്രാം ID നെയിം. നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ട് ചോദിച്ചാൽ മതി, ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ നമുക്ക് ഓൺലൈൻ ട്രെയിനിങ്ങിൽ അവൈലബിൾ ആണ്. ലേഡീസ് ഓൺലി ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ജെൻസിനാണെങ്കിലും പ്രോഗ്രാം അവൈലബിൾ ആണ്. അഫോർഡബിൾ ആകുന്ന രീതിയിൽ തന്നെ ലേഡീസിനാണെങ്കിൽ ലേഡീസ് ട്രെയിനേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്താൽ മതി. വെയിറ്റ് ലോസിനാണെങ്കിലും വെയിറ്റ് ഗെയിനാണ്, എല്ലാത്തിനും അവൈലബിൾ ആണ്. ഓക്കെ. സോ നമുക്ക് ഡയറ്റിലേക്ക് കടക്കാം. പിന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഫുഡ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷേങ്കിൽ PCOD തൈറോയ്ഡൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഫുഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അല്ലാത്തവർക്ക് നിങ്ങൾക്ക് എന്ത് ഫുഡും നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേങ്കിൽ നമുക്ക് കലോറി എന്ന് പറയുന്നത് കലോറി സർപ്ലസ് നിർബന്ധമായിട്ടും വേണം. കലോറി കൂടുതലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ലോസ് ആവേ ഉള്ളൂ, വെയിറ്റ് ഗെയിൻ ആവില്ല. അപ്പോൾ അതനുസരിച്ചുള്ള പ്ലാനാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ മീൽസിലേക്ക് കടക്കാം നമുക്ക്. സോ നിങ്ങളൊരു നോട്ട്ബുക്കൊക്കെ എടുത്ത് വെച്ചോളൂ. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ അതല്ലേ, നമുക്ക് വീണ്ടും വീഡിയോ കാണുന്നതിനേക്കാളും ബെറ്റർ അതായിരിക്കും. സോ നമ്മൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് നമ്മൾ വർക്കൗട്ട് എംപ്റ്റി സ്റ്റൊമക്കിൽ നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക. എംപ്റ്റി സ്റ്റൊമക്കിൽ ചെയ്യുന്നത് നല്ലതല്ല, വെയിറ്റ് ഗെയിന് നല്ലതല്ല. സോ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഡേറ്റ്സ്, അതുപോലെ മെയിനായിട്ട് വെള്ളം കുടിക്കുക. നിങ്ങൾ വെള്ളം നന്നായി കുടിക്കുക, ഡേറ്റ്സ് കഴിക്കുക. എന്നിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കാം. കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഫ്രൂട്ട്സ് വളരെ കുറച്ച് കഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹൈ കലോറി സ്മൂത്തി. നമുക്ക് ഒരുപാട് സ്മൂത്തി റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട്. ഓട്സ് സ്മൂത്തി, അങ്ങനെ ബനാന സ്മൂത്തി, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് ഓട്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഹൈ കലോറി സ്മൂത്തി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പ്ലേ ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് സ്മൂത്തീൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുതന്നെ നിങ്ങൾ കണ്ടിട്ട് അതുപോലെ ചെയ്താൽ മതി. ഇനി വേണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്താൽ ഞാൻ സ്മൂത്തീൻ്റെ വീഡിയോ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഹൈ കലോറി സ്മൂത്തിയിലാണ് നമ്മളുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു 1000 കലോറിയോളം നമുക്കവിടെ കിട്ടി. അപ്പോൾ അതൊരു വലിയ ബെനിഫിറ്റാണ്. അതിനുശേഷം നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ ആയി ഒരു 1.5 hours അല്ലെങ്കിൽ 2 hours നിങ്ങൾ ഗ്യാപ്പ് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ മെയിൻ മീൽ, നിങ്ങൾ റൈസ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീട്ടിലുണ്ടാക്കുന്ന പത്തിരി, പുട്ട്, അല്ലെങ്കിൽ നെയ്പത്തിരി, നിങ്ങൾക്ക് പലതരം ഫുഡുകൾ നമുക്ക് റമദാൻ മാസത്തിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിലേതാണെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ അതിൻ്റെ കൂടെ മസ്റ്റ് നിങ്ങൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കൂടെ നിങ്ങൾ ആഡ് ചെയ്യുക. ചിക്കനോ ഫിഷോ ബീഫോ മട്ടനോ ലാമ്പോ എന്താണെങ്കിലും നിങ്ങൾക്ക്. ഇനിയിപ്പോൾ നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ വെജിലേക്ക് വരികയാണെങ്കിൽ പനീർ, ഗ്രീൻ ഗ്രാം, ചന, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു 150 ഗ്രാമോളം നിങ്ങൾ ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ യോഗട്ട് അല്ലെങ്കിൽ കേട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക, വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. മെയിൻ മീലാണത്. ഓക്കെ, അത് മറക്കാൻ പാടില്ല, മെയിൻ മീലാണത്. സോ അത് കഴിഞ്ഞ് നമ്മളുടെ തറാവീഹ് നമസ്കാരമൊക്കെ ആയിരിക്കും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു 10 ആൽമണ്ട്സ് സോക്ക് ചെയ്തത്, അതിൻ്റെ കൂടെ ഒരു റൈസിൻസ് കുറച്ച് സോക്ക് ചെയ്തത്, അതുപോലെ പറ്റുമെങ്കിൽ വാൾനട്ട്സ്, കാഷ്യൂ നട്ട്സ്, ഇനിയിപ്പം അതുപോലെ ഫിഗ്, ഇത്രയും സോക്ക് ചെയ്തത് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് കഴിക്കുക. അതിന് ശേഷം നിങ്ങൾ കിടക്കുക. ഇനിയിപ്പോൾ അത് ബുദ്ധിമുട്ടാണ്, അത്ര എക്സ്പെൻസീവ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ജസ്റ്റ് ഫ്രൂട്ട്സ്, പഴമോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉറങ്ങാം.
ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം, അതായത് നമ്മളെ സുഹൂർ സുബൈക്ക് നിങ്ങൾ നമ്മളുടെ കഴിക്കേണ്ടത് എന്താ വെച്ചാൽ, അത്താഴത്തിന് നിങ്ങൾ കഴിക്കേണ്ടത് എന്താ വെച്ചാൽ അതും നമുക്കൊരു മെയിൻ മീലാണ്. അപ്പോൾ നിങ്ങൾ കഴിക്കുക ഓവർനൈറ്റ് ഓട്സ്. അതാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ. ഓവർനൈറ്റ് ഓട്സ് കിടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഓട്സ് സോക്ക് ചെയ്ത് അതിൻ്റെ കൂടെ നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സും മിൽക്കും ഇതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള പീനട്ടും അതുപോലെ ഹണി ഇതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഹൈ കലോറി ഓവർനൈറ്റ് ഓട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് അത് നിങ്ങൾ പിന്നെ രാവിലെ കഴിക്കുക അത്താഴത്തിന്. ഇനിയിപ്പോൾ അത് കഴിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ നമ്മൾ വീട്ടിലുണ്ടാകുന്ന ഒരു 3-4 ചപ്പാത്തി, അതിൻ്റെ കൂടെ നിങ്ങൾ ചിക്കനോ ഫിഷോ, ഇനിയിപ്പോൾ ഒരു 3 വോൾ എഗ്സ് നിങ്ങൾ ആഡ് ചെയ്താലും ഓക്കെയാണ്. 3-4 വോൾ എഗ്സ് ആഡ് ചെയ്താലും ഓക്കെയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കലോറി കിട്ടി. ഇനിയിപ്പോൾ അതല്ല ചെറുപയറാണെങ്കിലും അത്യാവശ്യം നല്ലപോലെ കലോറി കിട്ടി നമുക്ക്. ഇപ്പോൾ ചിക്കനോ ഫിഷ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അതല്ല പലരും റൈസ് കഴിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം റൈസ് നിങ്ങൾ ക്വാണ്ടിറ്റിയിൽ റൈസ് കഴിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മാക്സിമം കേർഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കറിയിലാണെങ്കിൽ ചെറുപയർ, ചിക്കൻ, ഫിഷ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. മാക്സിമം നിങ്ങൾ കലോറി ഉൾപ്പെടുത്തുക മീൽസിൽ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയാണ് നമുക്ക് മീൽസ് വരുന്നത്. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം ടൈമുകളിൽ വെള്ളം കുടിക്കുക. വെള്ളം ഡീഹൈഡ്രേഷൻ ആവാണ്ട് നോക്കുക. മാക്സിമം നിങ്ങളൊരു 25 കിലോ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, 20 കിലോ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ലിറ്റർ വെച്ചിട്ട്, അങ്ങനെ അപ്പോൾ 40 കിലോ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 2 ലിറ്റർ കുടിക്കുക. ശരാശരി ഒരു മനുഷ്യൻ 3 ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണ് പറയാറ്. അപ്പോൾ നിങ്ങൾ ഡീഹൈഡ്രേഷൻ ആവാണ്ട് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഡീഹൈഡ്രേഷൻ ആവുക എങ്ങനെയാണെന്ന് വെച്ചാൽ യൂറിനിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഒരുപാട് കളർ മാറി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ബോഡിയിൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് അറിയാൻ പറ്റും ഡീഹൈഡ്രേഷൻ ആകുമ്പോൾ. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകാണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ. അതുപോലെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഉറങ്ങുക. അറ്റ്ലീസ്റ്റ് ഒരു 7 hours എങ്കിലും ഉറങ്ങുക. 8 to 10 hours ഉറങ്ങുന്ന വ്യക്തിക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 7 hours നിങ്ങൾ ഉറങ്ങുക. ഓക്കെ. അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ. ഒരുപാട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ പോലും നമ്മൾ ഇത്രയും ദിവസം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഗെയിനിങ് ഈ ഒരു മാസം നഷ്ടപ്പെടുത്താതെ നിങ്ങൾ സൂക്ഷിക്കാം. ഓക്കെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻബോക്സ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതനുസരിച്ച് റീപ്ലൈ തരുന്നതായിരിക്കും. സോ എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. നല്ലൊരു റമദാൻ നേരുന്നു.